ഹൈ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോർട്ട് സർക്യൂട്ട് അതുപോലെ ഓവർലോഡിങ്, ഫ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ഓർമ്മയുണ്ടോ? അതായത് രണ്ട് മെയിൻ വയറുകൾ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ പ്രതിരോധമില്ലാതെ റെസിസ്റ്റൻസ് ഇല്ലാതെ കോണ്ടാക്റ്റിലാവുമ്പോൾ എക്സസ് ആയിട്ടുള്ള കറണ്ട്, അമിതമായിട്ടുള്ള കറണ്ട് ഒഴുകുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരായിരുന്നു ഷോർട്ട് സർക്യൂട്ട്, അല്ലെ? അതുപോലെ പവർ കൂടിയ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്യൂട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നോക്കുക, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് S1. ഇവിടെ ഒരു ബൾബ് മാർക്ക് ചെയ്തിട്ടുണ്ട്, B1 എന്നാണ് ബൾബ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, സ്വിച്ചിന് S3 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മറ്റൊരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, B2 എന്ന് പറയുന്ന ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ S2 എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു കറണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, AC. ഇവിടെ ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 1.5 ആംപിയറിന്റെ ഫ്യൂസ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 100 വോൾട്ട് AC ആണ് കൊടുക്കുന്നത്. 100 വോൾട്ട് AC ആണ് കൊടുക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് 100 വാട്ട്, 100 വോൾട്ട്. ഇവിടെയും എഴുതിയിട്ടുണ്ട് 100 വാട്ട്, 100 വോൾട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ബൾബിന്റെ പവർ ആണ് 100 വാട്ട്. ഈ ബൾബിലേക്ക് വരുന്ന വോൾട്ട് ആണ് 100 വോൾട്ട് AC എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഫിഗർ കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, ഇത് ഏത് കണക്ഷൻ ആണ്? സീരീസ് ആണോ പാരലൽ ആണോ? അതായത് ശ്രേണിയാണോ സമാന്തരാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സീരീസ് ആണെങ്കിൽ, ശ്രേണിയാണെങ്കിൽ കറണ്ടിന് ഒഴുകാൻ ഒറ്റ പാത്തേ ഉണ്ടാവുള്ളൂ. പാരലൽ അഥവാ സമാന്തരം എന്ന് പറയുമ്പോൾ കറണ്ടിന് ഒഴുകാൻ ഒന്നിലധികം പാത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതല്ലേ കറണ്ട് എന്ന് പറയുന്നത്? ഇത് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ദിശ മാറുന്ന വൈദ്യുതിയാണ്. അപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും, കുറച്ച് കറണ്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ കറണ്ടിന് ഒഴുകാൻ ഒന്നിലധികം പാത്ത് ഉണ്ട്. അപ്പൊ ഇത് ഏത് കണക്ഷൻ ആണ്? പാരലൽ അഥവാ സമാന്തരമാണ്, അല്ലെ? ഇനി ഇവിടെ പറയുന്നത് S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആക്കുന്നു. S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആക്കണം. അപ്പൊ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, S1 ഓൺ ആക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നേരെ S1ന്റെ അടുത്തേക്കാണ് പോവുക, അല്ലെ? എന്നാൽ അങ്ങനെയല്ല. S1 ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇതാണ് കറണ്ടിന്റെ സോഴ്സ്, ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് ഇവിടുന്ന് വരുന്നു, ഏതെങ്കിലും ബൾബിലൂടെ ഒഴുകുന്നു. കറണ്ടിന്റെ അടുത്ത ടെർമിനലിൽ എത്തുകയാണെങ്കിൽ ആ ബൾബ് പ്രകാശിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് കറണ്ട് ഒഴുകി, ഏതെങ്കിലും ബൾബിലൂടെ ഒഴുകി, അടുത്ത എൻഡിലേക്ക് എത്തുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കും. അപ്പൊ നോക്കുക, അപ്പോ ഈ ഒരു എൻഡിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് കറണ്ട് ഒഴുകി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി, പക്ഷെ അവിടെ S2 എന്ന് പറയുന്ന സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ ഏതാ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത്? ഇങ്ങോട്ടാണ്, അല്ലെ? ഇങ്ങോട്ട് പോയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കൂടെ? താഴത്തേക്ക് ഇറങ്ങാം, പക്ഷെ ഇവിടെ S3 ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ഏതാണ്? ഇങ്ങനെ പോയി B1 എന്ന് പറയുന്ന ബൾബിലൂടെ പോയി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? S1 ഓൺ ആക്കിയത്. ഇത് ഓണാക്കി. അപ്പൊ ഓണാക്കിയപ്പോ കറണ്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തിയിട്ടാണ്. ഇത് ഓഫ് ആയതുകൊണ്ട് ഇങ്ങനെ മേലേക്ക് പോയില്ല. പിന്നെ ഇവിടെ എത്തി, ഇങ്ങനെ പോയി ഈ എൻഡിലെത്തി. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ ഒരു എൻഡിൽ നിന്ന് കറണ്ട് പാസ് ചെയ്ത് ഉപകരണത്തിലൂടെ ഒഴുകി കറണ്ടിന്റെ അടുത്ത എൻഡിലെത്തി. അപ്പൊ ഏത് പ്രകാശിക്കും? B1 എന്ന് പറയുന്ന ബൾബ് പ്രകാശിക്കും.
അപ്പൊ ഇവിടെ ഏതാണ് B1 എന്ന് പറയുന്ന ബൾബ് എന്ത് ചെയ്യും പ്രകാശിക്കും. B1 will glow. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് B1 പ്രകാശിച്ചു എന്ന് കിട്ടിയത്? ഇവിടെ AC ആണ് കറണ്ട്, ദിശ മാറുന്ന വൈദ്യുതിയാണ്. അത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒഴുകി ഉപകരണത്തിലൂടെ ഒഴുകി കറണ്ടിന്റെ അടുത്ത എൻഡിൽ, ടെർമിനലിന്റെ അടുത്ത എൻഡിൽ എത്തുകയാണെങ്കിൽ അത് പ്രകാശിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്ന് ഒഴുകണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒഴുകാം, ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടെ എത്തിയാലും മതി, അങ്ങനെയാണെങ്കിൽ പ്രകാശിക്കും. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് S2 ആണ് ഓൺ ആക്കുന്നത്. ഏതാണ് ഓൺ ആക്കുന്നത്? S2. നേരത്തെ കേസിൽ S1 മാത്രമാണ് ഓൺ ആക്കിയത്, അടുത്ത കേസിൽ S2 മാത്രം ഓൺ ആക്കുകയാണ്. അത് ബാക്കിയുള്ളതൊക്കെ ഓഫ് ആണ് കേട്ടോ. S2 ഓൺ ആക്കണം. അപ്പോ നേരത്തെ കേസൊക്കെ നമുക്ക് ആരോ മാർക്കൊക്കെ എന്ത് ചെയ്യാം, അവിടുന്ന് വായിക്കാം. അപ്പൊ എന്ത് ചെയ്യാണ്, ഏതാണ് ഓൺ ചെയ്യുന്നത്? S2 ആണ് ഓൺ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ S2 എന്ത് ചെയ്യുന്നു? ഓൺ ചെയ്യുന്നു. അപ്പോ ഇവിടുന്ന് കറണ്ട് പാസ് ചെയ്തു. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് ഇങ്ങനെ S3 വഴി പോവാം. പക്ഷെ S3 ഓൺ അല്ല, ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് S3 വഴി പോവില്ല. പിന്നെ B1 എന്ന് പറയുന്ന ബൾബിലൂടെ പോവാം. പക്ഷേ S1 ഇപ്പോ ഓൺ അല്ല. അപ്പൊ ഏത് മാത്രമാണ് ഓൺ ഉള്ളൂ? S2 മാത്രമാണ് ഓൺ അല്ലെ? ആദ്യത്തെ കേസിലായിരുന്നു S1 ഓൺ ആക്കിയിരുന്നത്. ഇപ്പൊ S1 ഓൺ അല്ല, S2 മാത്രമാണ് ഓൺ. അപ്പൊ ഇങ്ങനെയും പോകാൻ പറ്റില്ല. പിന്നെ ഏതാണ് പോസിബിലിറ്റി ഉള്ളത്? ഇങ്ങനെ പോയി ഈ ബൾബിലൂടെ പാസ് ചെയ്തു. നമ്മൾ ഏത് ഓൺ ആക്കി? S2 ഓൺ ആക്കി. അപ്പൊ S2 ഓൺ ആക്കിയപ്പോ ദാ ഈ പാത്ത് കംപ്ലീറ്റ് ആയി. ഈ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് ദാ ഇവിടെ എത്തി. അപ്പൊ ഏത് ബൾബ് പ്രകാശിക്കുക? B2 എന്ന് പറയുന്ന ബൾബ് പ്രകാശിക്കും. B2 will glow. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ ചെയ്യുന്നത് S3 ആണ് ഓൺ ആക്കുന്നത്. ഏതാണ് ഓൺ ആക്കുന്നത്? S3 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആക്കണം. അപ്പൊ S3 എന്ന് പറയുന്ന സ്വിച്ച് ആണ് ഓൺ ആക്കുന്നത്. ബാക്കി രണ്ടും ഓഫ് ആണ് കേട്ടോ. S1 S2 ഒന്നും പോണല്ല. ഇനി S3 മാത്രം ഓൺ ചെയ്യണം. അപ്പൊ S3 ഓൺ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതാ ഇങ്ങനെ കറണ്ട് പോയി ഇവിടെ എത്തി. നേരത്തെ ആരോമാർക്കൊക്കെ മാറ്റിയാണ്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ പോവില്ല, കാരണം ഇവിടെ S2 ഓഫാണ്. പിന്നെ ഏതാണ് മാർഗം? ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഇങ്ങനെ പോവില്ല, കാരണം ഇത് ഓഫാണ്. അപ്പൊ ഇങ്ങനെ പോയി ഇതാ S3 ഓൺ ആക്കി. അപ്പോ ഈ ഒരു പാത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് കറണ്ടിന്റെ രണ്ട് എൻഡ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിൽ യാതൊരു റെസിസ്റ്റൻസും ഇല്ല, യാതൊരു പ്രതിരോധവും ഇല്ല. ഇവിടെ ബൾബ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്, അതിന് റെസിസ്റ്റൻസ് ഉണ്ട്, പ്രതിരോധം ഉണ്ട്. അപ്പൊ ഇവിടെ യാതൊരു റെസിസ്റ്റൻസും ഇല്ല, പ്രതിരോധവും ഇല്ല. കറണ്ട് ഒഴുകുന്ന പാത്തില് റെസിസ്റ്റൻസ്, പ്രതിരോധങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ അമിതമായിട്ടുള്ള കറണ്ട് പ്രവാഹം ഉണ്ടാവും. എക്സസ് ആയിട്ട് കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുക? അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് അല്ലെ? ഇവിടെ ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് എൻഡ് നമ്മൾ പറഞ്ഞു, ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവ് വയറുകള് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് ഇല്ലാതെ കോണ്ടാക്റ്റിലാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഇവിടെ ബാറ്ററിക്ക് പകരം കറണ്ടാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, ദിശ മാറുന്ന വൈദ്യുതിയാണ്. അപ്പോ ഈ ഒരു എൻഡും ഇത് പ്രതിരോധം ഇല്ലാതെ സമ്പർക്കത്തിലായിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ കറണ്ട് ഒഴുകുന്ന പാത്തിലൊന്നും പ്രതിരോധകങ്ങളില്ല, റെസിസ്റ്റൻസ് ഇല്ല, റെസിസ്റ്ററുകളില്ല. അപ്പൊ എന്തുണ്ടാവും? ഇത് കോണ്ടാക്റ്റിലാവും. അപ്പൊ എക്സസ് ആയിട്ടുള്ള കറണ്ട്, അമിതമായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോ ഇവിടെ നടക്കുന്നത് S3 ഓൺ ആക്കിയാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ട് കാരണം ഫ്യൂസ് എന്ത് ചെയ്യും? ഫ്യൂസ് മെൽറ്റ് ചെയ്യും. അപ്പോൾ S3 ഓൺ ആക്കിയപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ട് കാരണം ഫ്യൂസ് മെൽറ്റ് ആയി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് S1ഉം S2ഉം ഓൺ ആക്കണം. ഏതൊക്കെയാണ് ഓൺ ആക്കുന്നത്? S1ഉം S2ഉം ഓൺ ആക്കണം. അപ്പൊ S1 ഓൺ ആക്കിയപ്പോൾ B1 കത്തിയിരുന്നു, S2 ഓൺ ആക്കിയപ്പോൾ B2 കത്തിയിരുന്നു. അപ്പൊ S1ഉം S2ഉം ഒരേ സമയം ഓൺ ആക്കുകയാണ്. അപ്പൊ പല ആളുകളും വിചാരിക്കും
S1 S2 ഒരുമിച്ച് ഓൺ ആക്കുമ്പോൾ രണ്ട് ബൾബും കത്താനുള്ള ചാൻസ് ഉണ്ട് എന്ന് പലരും വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. S1ഉം S2ഉം ഒരേ സമയം ഓൺ ആക്കുമ്പോൾ രണ്ട് ബൾബിലൂടെയും കറണ്ട് ഒഴുകുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ കറണ്ട് ഇവിടെ എത്തി. S1 ഓൺ ആക്കുമ്പോൾ S1ലൂടെയും B1ലൂടെയും S2 ഓൺ ആക്കുമ്പോൾ B2ലൂടെയും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ഈ ഫ്യൂസിന്റെ ആംപയറേജ് എത്രയാണ്? 1.5 ആംപയറേജ് ആണ് ഫ്യൂസ്. ഒരു ഫ്യൂസിന്റെ ആംപയറേജ് 1.5 ആംപയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1.5 ആംപയർ വരെ കറണ്ട് വന്നാൽ 1.5 ആംപിയർ വരെ കറണ്ട് വന്നാൽ ആ ഫ്യൂസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂസിന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 1.5 ആംപയറേജിന്റെ ഒരു ഫ്യൂസ് വെച്ചു. സർക്യൂട്ടിൽ ഉണ്ടായ കറണ്ട്, ഫ്ലോ ചെയ്ത കറണ്ട് 1.5 ആംപയറിനേക്കാൾ കൂടുതലായാലോ ഫ്യൂസ് എന്ത് ചെയ്യും? ഫ്യൂസ് മെൽറ്റ് ആയി പോകും. അപ്പൊ ഇതൊരു ഫ്യൂസാണ്. ഈ ഫ്യൂസിന്റെ ആംപയറേജ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്യൂസിന്റെ ആംപയറേജ് എന്ന് പറയുന്നത് 13 ആണ്. ഈ ഫ്യൂസിന്റെ ആംപയറേജ് എത്രയാണ്? 13A ആണ്. അപ്പോ ഈ ഒരു ഫ്യൂസ് ഒരു ഉപകരണത്തിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പോ ഈ ഫ്യൂസിന്റെ ആംപയറേജ് 13 ആണ്. അപ്പൊ 15 ആംപയർ കറണ്ട് വന്നാൽ എന്താ ഉണ്ടാവുക? ഈ ഫ്യൂസ് മെൽറ്റ് ആവും. അപ്പൊ അതേപോലെ ഈ ഫ്യൂസിന്റെ ആംപയറേജ് 1.5 ആണ്. അപ്പൊ ഇവിടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ് കണ്ടുപിടിക്കണം. ഇവിടെ ഒഴുകുന്ന കറണ്ട് 1.5 ആംപയറിനേക്കാൾ കൂടുതലായാൽ ഈ ഫ്യൂസ് മെൽറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? S1ഉം S2ഉം ഓൺ ആക്കുമ്പോൾ രണ്ട് ബൾബിലൂടെയും കറണ്ട് ഒഴുകുക. അപ്പൊ ഈ രണ്ട് ബൾബിലൂടെയും ഒഴുകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കുക. I സമം P/V. ഇത് എവിടുന്ന് കിട്ടിയതാണ്? പവറിന്റെ സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ I സമം P/V. P എന്ന് പറയുന്നത് ടോട്ടൽ പവറാണ്. രണ്ട് ഉപകരണത്തിന്റെയും ടോട്ടൽ പവർ. അപ്പൊ ഇത് 100, ഇത് 100. അപ്പൊ 100 + 100 100 + 100 200 ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. ചിലപ്പോൾ വോൾട്ടേജ് പലരും എഴുതും 100 + 100 എഴുതും. അങ്ങനെയല്ല, ഇവിടെ എത്ര വോൾട്ട് ആണ് കൊടുത്തത്? 100 വോൾട്ട് ആണ് കൊടുത്തത്. ആ 100 വോൾട്ട് രണ്ട് ബൾബിലേക്കും ഒരേപോലെ എത്തുകയാണ്. കാരണം ഇത് സമാന്തരമാണ്, പാരലലാണ്. അപ്പൊ ഇവിടെ ഒരിക്കലും അടിയിൽ വോൾട്ടേജിന്റെ സ്ഥാനത്ത് മേലെ എഴുതിയ പോലെ 100 + 100 എഴുതരുത്. കാരണം ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എന്താ? 100 വോൾട്ട് B1ലേക്കും B2ലേക്കും വരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന വോൾട്ട് ആണ് എഴുതേണ്ടത്. അപ്പൊ എത്ര വരിക? 200/100 എത്രയാണ്? 2 ആംപയർ കറണ്ട് ആണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോ S1 എന്ന സ്വിച്ചും S2 എന്ന സ്വിച്ചും ഒരേ സമയം ഓൺ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത് 2 ആംപയർ കറണ്ട് ആണ്. എന്നാൽ ഫ്യൂസിന്റെ ആംപയറേജ് എത്രയാണ്? 1.5 ആണ്. അപ്പൊ 1.5 ആംപയറേജ് ഫ്യൂസിനുള്ളൂ. ഇവിടെ 2 ആംപയർ കറണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് നടക്കുന്നത്? ഇവിടെ ഫ്യൂസ് മെൽറ്റ് ചെയ്യും. ഫ്യൂസ് വിൽ മെൽറ്റ്. ഇവിടെ നടക്കുന്ന ഫിനോമിനൻ ഏതാണ്? ഇവിടെ നടക്കുന്ന പ്രതിഭാസം ഏതാണ്? ഓവർലോഡിങ്. അതായത് ഇവിടെ അലോ ചെയ്തിട്ടുള്ള കറണ്ട് 1.5 ആംപയർ ആണ്. അതിനേക്കാൾ കൂടുതൽ കറണ്ട് ഇവിടെ ഫ്ലോ ഉണ്ടായി. അപ്പൊ ഫ്യൂസ് മെൽറ്റ് ചെയ്യുന്നു ഡ്യൂ ടു ഓവർലോഡിങ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് എന്താണ്, ഓവർലോഡിങ് എന്താണെന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് S1 എന്ന സ്വിച്ച് ഓൺ ആക്കുന്നു എന്ന് പറയുമ്പോൾ നേരെ നമ്മുടെ കണ്ണ് ചെല്ലേണ്ടത് S1ന്റെ അടുത്തേക്ക് അല്ല, പിന്നെ ആരുടെ അടുത്തേക്കാണ്? കറണ്ട് AC ആണോ DC ആണോ നോക്കുക. അത് ഏതാണോ കൊടുത്തിട്ടുള്ള സോഴ്സ് അവിടുന്ന് കറണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഇത് പഠിക്കണം. അപ്പൊ ഇവിടുന്ന് നമ്മളൊരു ടേമും കൂടി പഠിച്ചു. കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചു, P/V. നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ പറയും ആംപയറേജ് എന്ന് പറയും. ആംപയറേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്നെയെന്ന് മനസ്സിലാക്കുക. ആംപയറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പൊ ആംപയറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റേഷ്യോ ഓഫ് പവർ ആൻഡ് വോൾട്ടേജ്. പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ്. അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നൊക്കെ പറയാം കേട്ടോ. ഒരു ഡിവൈസ്
ഒരു ഡിവൈസിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? 800W, 200V. എന്താണ് ഇതിന്റെ മീനിങ്? വളരെ സിമ്പിൾ ആണ്. 200 വോൾട്ടേജ് ഈ ഡിവൈസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഡിവൈസിന്റെ പവർ എത്രയായിരിക്കും? 800 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കുക. ഈ ഡിവൈസിലേക്ക് 100 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഈ ഡിവൈസിലേക്ക് 100 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിവൈസിന്റെ പവർ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ഡിവൈസിന്റെ, ഒരു ഉപകരണത്തിന്റെ പവർ വോൾട്ടേജിനനുസരിച്ച് മാറും. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ പവറിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പൊ 800 വാട്ട് എന്ന് പറയുന്നത് ഈ ഡിവൈസിന്റെ പവറാണ്. ഇത് കോൺസ്റ്റന്റ് ഒന്നുമല്ല. 200 വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ആ ഡിവൈസിന്റെ പവർ 800. അപ്പൊ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞാൽ പവറും എന്ത് ചെയ്യും? കുറയാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. 200 വോൾട്ടേജ് ആവുമ്പോൾ പവർ 800 ആണ്. അങ്ങനെയാണെങ്കിൽ 100 വോൾട്ട് ആവുമ്പോൾ പവർ എത്രയായിരിക്കും? അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ആൻസർ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരുടെയും ആൻസർ മിക്കവാറും ഇതായിരിക്കും അല്ലെ? കാരണം പല ആളുകളും ചിന്തിക്കും 200ന്റെ പകുതി അല്ലേ 100, അങ്ങനെയാണെങ്കിൽ 800ന്റെ പകുതി 400 അല്ലേ എന്നുള്ളത്. പക്ഷെ അതെന്തല്ല, അത് ശരിയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. 200ന്റെ പകുതിയാണ് 100. അങ്ങനെയാണെങ്കിൽ ഇവിടെ 800ന്റെ പകുതി 400 എന്ന രീതിയിൽ പഠിക്കരുത്, തെറ്റാണ്. ഇവിടെ ഡിവൈസ് മാറിയിട്ടില്ല അല്ലെ? ഒരേ ഉപകരണത്തിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ 200 വോൾട്ടേജ് കൊടുക്കുമ്പോൾ പവർ 800 ആയിരുന്നു. അതേ ഉപകരണത്തിലേക്ക് 100 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ പവർ എത്രയാണ്? അപ്പൊ നമ്മളിവിടെ ഡിവൈസ്, ഉപകരണം മാറിയിട്ടില്ല. ഒരു ഉപകരണത്തിന് എന്തുണ്ടായിരിക്കും? റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂട്ടി എന്ന് വിചാരിച്ച ആ ഉപകരണത്തിന്റെ പ്രതിരോധത്തിന് മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഈ 200 വോൾട്ടേജ്, 800 വാട്ട്, ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. R = V²/P. ഇത് എവിടുന്നാ കിട്ടിയത്? പവറിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, V²/R. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ V²/P. വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. അപ്പൊ 200 × 200 പവർ എത്രയാണ്? 800 ആണ്. 2 0 കിട്ടി. അപ്പൊ 400/8, 50 ഓം ആണ്. ഇത് റെസിസ്റ്റൻസ് ആണ്, 50 ഓം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഈ ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് കിട്ടി 50 ഓം. അതായത് 800 വാട്ട് പവറും 200 വോൾട്ടേജും കൊടുക്കുന്ന സമയത്ത് ആ ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ് 50 ആണ്, 50 ആണ്. ഇതേ ഉപകരണത്തിലേക്ക് 100 വോൾട്ടേജ് കൊടുത്താലും റെസിസ്റ്റൻസിന് മാറ്റില്ല, 50 തന്നെയാണ്. കാരണം ഉപകരണം ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പവർ കണ്ടുപിടിക്കണം. 100 വോൾട്ടേജ് ആവുമ്പോഴുള്ള പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ V²/R ആണ് ഇക്വേഷൻ. എത്ര വോൾട്ടേജ് ആവുമ്പോഴുള്ള പവർ കണ്ടുപിടിക്കേണ്ടത്? 100 വോൾട്ടേജ് ആവുമ്പോഴുള്ള പവർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ 100 × 100 റെസിസ്റ്റൻസ് എത്രയാണ്? 50. അപ്പൊ 100 ഉം 50 ഉം, അപ്പോ 200 വാട്ട്. അപ്പോ 400 ആണോ ആൻസർ? അല്ല. എത്രയാണ് ആൻസർ? 200 ആണ് ആൻസർ അല്ലെ? 200 ആണ് ആൻസർ, 400 അല്ല. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാവും. വോൾട്ടേജ് പകുതിയായാൽ പവർ പകുതിയാവല്ല ചെയ്യുക. പവർ എന്ത് ചെയ്യും? പവർ എന്ന് പറയുന്നത് പകുതിയുടെ പകുതിയാവും. പവർ എന്ത് ചെയ്യും? പകുതിയുടെ പകുതിയാവും. അതായത് 1/4 ഭാഗമായിട്ട് മാറും. അപ്പൊ ഓർത്ത് വെച്ചോളൂ, വോൾട്ടേജ് പകുതിയായാൽ, റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ലെങ്കിൽ വോൾട്ടേജ് പകുതിയാക്കിയാൽ പവർ 4ൽ 1 ഭാഗമായിട്ട് കുറയും. പകുതിയാവല്ല, 4ൽ 1 ഭാഗമായിട്ട് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമന്റ് എഴുതുക. ഓക്കെ. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റ്, പ്രകാശബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.